24 മണിക്കൂർ നിങ്ങളെ പ്രശ്നം തീർക്കലല്ല അമ്മായിയെ ഇന്റെ പരിപാടി. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ചെക്കൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? എന്നോടല്ലാണ്ട് പിന്നെ ആരോട് പറയാനാ? ശരി, ഓന്റെ ബാപ്പല്ലേ ഈ നിക്കുന്നേ, മൂപ്പരക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവനോട്. ബെസ്റ്റ്, നല്ല ആളെന്നെ. ആകാശം ഇടിഞ്ഞു വീണാലും ആ തൂണും ചാരി ഇങ്ങനെ നിക്കത്തുള്ളൂ. തൊള്ളിയില് നാക്കിട്ട് പുറത്തേക്ക് വരൂല. അതുകൊണ്ട് തന്നെ ഇനി മക്കളൊക്കെ ഇങ്ങനെ ആയത്. മതി നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം. എന്താ പോന്റെ ഒരു ലുക്ക്, കഞ്ചാവ് ലുക്ക് ആയിക്കണം. ഓരോ മുടി ആദ്യം വെട്ടണം. ഈ മുടി നീട്ടി വളർത്തുമ്പോഴൊക്കെ കഞ്ചാവാണെന്നുള്ള നിങ്ങളെ ചിന്താഗതി ഉണ്ടല്ലോ, അത് ആദ്യം നിങ്ങളാണ് മാറ്റണം. തട്ടുത്തരം പറയുന്നടാ. എന്താ എനിക്ക് ഉമ്മിമാപ്പി പറഞ്ഞ് കേട്ടാല് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയിക്കൂടെ? എനിക്ക് പഠിച്ചു വലുതായിട്ട് ഉമ്മാനെ പാപ്പനൊക്കെ നോക്കാനുള്ളടാ മുടിയാ. അഞ്ജനെ ഓന് ഡിഗ്രി അല്ലേ, ഓനക്ക് ജോലി ഉണ്ടോ? ഓനോടെ പന്ത് കളിച്ചൊക്കെ ഇങ്ങനെ നടക്കണേ. അതുപോലെ സൽമാന്, സുൽഫീഖർ, ഉബൈദ്, ഇവരൊക്കെ ഡിഗ്രി അല്ലേ, ഇവർക്കൊന്നും ജോലി ഇല്ലല്ലോ. പഠിക്കാൻ പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡിഗ്രിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെ എനിക്ക് വേണം, എന്നാലേ ഞാൻ പഠിക്കാൻ പോകുള്ളൂ. അല്ലാതെ ഇവരെ പോലെ ഇങ്ങനെ കുറെ പഠിച്ചിട്ട് പണിയില്ലാതെ നിൽക്കാൻ എന്നെ കിട്ടൂല. അമ്മയെ ഇവ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണം ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കാനേ, അല്ലാതെ നമുക്ക് തോന്നുന്നതല്ല പഠിപ്പിക്കേണ്ടത്. ഇവനെ നമുക്ക് കൊണ്ടോട്ടിയുള്ള ബ്രിഡ്കോയിൽ കൊണ്ടുപോയി ചേർത്താം. അങ്ങനെ ആകുമ്പോൾ 4 മാസം കൊണ്ട് ലോക നിലവാരമുള്ള ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് ഇപ്പൊ മാറും. അങ്ങനെ ഏതെങ്കിലും ആപ്പ് സെന്ററിലൊന്നും പഠിക്കാൻ എന്നെ കിട്ടൂല. എടോ, ബ്രിഡ്കോ പറഞ്ഞ ആപ്പ് സെന്റർ ഒന്നല്ല, 27 വർഷമായിട്ട് ഇന്ത്യയിലും കേരളത്തിലേക്ക് ഏറ്റവും വലിയ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവരടുത്തുള്ള ഒരു മെച്ചം എന്താ നിനക്കറിയോ? അന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഈ ജോലിയും ഇവരെന്നെ ആക്കി തരും. എന്നാ പിന്നെ ബ്രിഡ്കോയിൽ തന്നെ ചേർത്തിക്കോ. മൊബൈൽ ടെക്നീഷ്യൻ ആവുമ്പോ എപ്പോഴും ജോലി കിട്ടാനും ഭയങ്കര സ്കോപ്പാണ്. അല്ല പിന്നെ അവിടെ ചേർത്ത ഒരുപാട് പൈസ ആവൂലേ? ഇത് സാധാരണക്കാർക്കുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഫീ ഒരുമിച്ച് കൊടുക്കൊന്നും വേണ്ട, മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോ അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ? എനിക്ക് ഇഷ്ടമാകാത്ത പ്രശ്നമൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ഇജ് അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് 3 ദിവസം അവർ ഫ്രീ ക്ലാസ് എനിക്ക് തരും. എന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇജ് അവിടെ അഡ്മിഷൻ എടുത്താൽ മതി. എന്നാ പോയോക്കല്ലേ? എന്നാ നടക്കേ. അപ്പോൾ ഒത്തുകൂടി +2 കഴിഞ്ഞ കുട്ടികളും അതേപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോഴും ജോലിയൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോയി ബ്രിഡ്കോയിലേക്ക് ഇങ്ങോട്ട് പോരി. ഈ കണ്ട കുട്ടികളൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ നമ്മളെ അടുത്ത ബാച്ചിൽ ഇനി പുറത്തിറങ്ങി ജോലി വാങ്ങാൻ പോകുന്ന ആളുകളാണ് അല്ലടാ. ഇവരൊക്കെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബോർഡ് റിപ്പയറിംഗ് ഉണ്ട്, അതേപോലെ നമ്മളെ ഐഫോണിൻ്റെ ഒക്കെ ക്യാമറ റിപ്പയറിംഗ് ഉണ്ട്, അതേപോലെ നമ്മളെ ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് മാറ്റുക, അങ്ങനെ ഈ മൊബൈലിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പോഴത്തെ പുതിയ സെക്ഷനാട്ടാ. ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ്, പുതിയ അഡ്മിഷൻസ് ആണ്. ഇപ്പോൾ മൊബൈൽ എന്താണെന്നൊക്കെ അറിഞ്ഞ് പഠിക്കണുള്ളൂ. ആ ഒരു സെക്ഷനാണിത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള വീട്ടിലുള്ള +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമ്മളെ കൊണ്ടോട്ടിയുള്ള ബ്രിഡ്കോയിൽ കൊണ്ടുവന്ന് ചേർത്താൻ മറക്കണ്ട. വെറും 4 മാസത്തെ കോഴ്സ് ഉള്ളൂ. പിന്നെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോലി ചെയ്യാം, എന്തും ചെയ്യാട്ടാ. ഈവനിങ് ക്ലാസ് വരെ ഇവിടെ ഉണ്ട്. ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഠിച്ച് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഇവർ ചെയ്തു തരും. നാട്ടിലാണെങ്കിൽ നാട്ടിൽ, ദുബായിലാണെങ്കിൽ ദുബായിൽ, മിഡിൽ ഈസ്റ്റിൽ എവിടെ വേണമെങ്കിലും പ്ലേസ്മെന്റ് ഇവർ ചെയ്തു തരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പേരൻസും അതേപോലെ കുട്ടികളും നമ്മളെ കൊണ്ടോട്ടിയുള്ള ബ്രിഡ്കോ സന്ദർശിക്കാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ.